സ്പോട്ട് ലൈവിനെ മറ്റൊരു വാർത്തയാണ് പരിശോധിക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിന് ആശ്വാസം. ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജി ഹൈക്കോടതി അംഗീകരിച്ചില്ല. വിചാരണ കോടതിയിൽ കേസ് നടപടികൾ അന്തിമഘട്ടത്തിനായതിനാൽ ആകില്ല എന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ദിലീപിന്റെ ജാമ്യം റദ്ദാക്കിയാൽ കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകും, കൂടുതൽ സങ്കീർണതകളിലേക്ക് ഇത് കാരണമാകും. അതിനാലാണ് ജാമ്യം റദ്ദാക്കാത്തതെന്നും കോടതി വിശദീകരിച്ചു. വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വീണ്ടും ഡാനി പോളിലേക്ക്, കൊച്ചിയിൽ നിന്ന് ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഡാനി, ഇന്ന് ഹൈക്കോടതിയിൽ സംഭവിച്ചതെന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട്? ടോം, നടിയെ ആക്രമിച്ച കേസിലെ 8ാം പ്രതിയാണ് നടൻ ദിലീപ്. ഈ ദിലീപിന്റെ ജാമ്യം റദ്ദാക്കണമെന്ന ഒരാവശ്യം പ്രോസിക്യൂഷന്റെ ഭാഗത്തുനിന്ന്, ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ കുറേ നാളുകളായി നിലവിലുള്ളതാണ്. നേരത്തെ തന്നെയും അവർ വിചാരണ കോടതിയെ സമീപിക്കുകയും ചില വാദങ്ങൾ അവിടെ ഉന്നയിക്കുകയും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ടത് സാക്ഷികളെ സ്വാധീനിക്കുന്നു എന്നതാണ്. ഏതാണ്ട് 10ഓളം പേരെ സാക്ഷികളുടെ പേരുവിവരങ്ങൾ നൽകിക്കൊണ്ടാണ് ഈ സാക്ഷികളെല്ലാം തന്നെ ദിലീപ് സ്വാധീനിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്ന് ഈ തുടരന്വേഷണത്തിന്, അതായത് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം തുടരന്വേഷണം നടത്തിയ ആ ഘട്ടത്തിലായിരുന്നു ഇത്തരമൊരു നീക്കം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നത്. വിചാരണ കോടതിയിൽ അത് അവർ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട സാക്ഷികളിൽ പലരെയും തന്നെയും ഡോക്ടർ ഹൈദരലി പോലുള്ള ആളുകളുടെ പേരടക്കം നൽകിക്കൊണ്ട് ഇവരെല്ലാം തന്നെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. ഡോക്ടർ ഹൈദരലി, ഒപ്പം തന്നെ ജീൻസൺ തുടങ്ങിയ ആളുകൾ തന്നെ, ശരത് ബാബു തുടങ്ങിയ 10ഓളം പേരുടെ പേരുകളാണ് പ്രധാനമായും ആ ഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. ഇവരെ സ്വാധീനിക്കാനായിട്ട് ദിലീപ് ശ്രമങ്ങൾ നടത്തുന്നതിന് തെളിവുകൾ തങ്ങളുടെ കൈവശമുണ്ടായെന്ന് പറഞ്ഞിരുന്നു. അതോടൊപ്പം തന്നെ ഇതിന് ആനുപാതികമായി ചില ശബ്ദരേഖകൾ, ശകലങ്ങൾ ഇതെല്ലാം തന്നെ കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ വിചാരണ കോടതി ഇത് തള്ളുകയായിരുന്നു. വിചാരണ കോടതി ഇത് പരിഗണിക്കാൻ കഴിയില്ല, അതിന് അത്രമാത്രം തെളിവുകളിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല തുടങ്ങിയ കാരണങ്ങളെല്ലാം കണ്ടുകൊണ്ട് തന്നെ വിചാരണ കോടതി ഇത് തള്ളുകയായിരുന്നു. അതിനുശേഷമാണ് അപ്പോൾ ഹൈക്കോടതിയിലേക്ക് വരികയും ചെയ്തത്. ഹൈക്കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കേസ് പരിഗണിക്കുമ്പോൾ കോടതി ചോദിച്ചത്, ഇപ്പോൾ ഇതിൻ്റെ വിചാരണ ഏത് ഘട്ടത്തിൽ എത്തി നിൽക്കുന്നുവെന്ന് കോടതി ചോദിക്കുകയുണ്ടായി. ഇപ്പോൾ അത് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. നമുക്കറിയാം, അതിൽ സുപ്രീം കോടതി ഇടപെടലുകളടക്കം 2 തവണ ഇടപെടലുകളുണ്ടായി. ഇപ്പോൾ അത് കൃത്യമായൊരു സമയം നിശ്ചയിച്ചുകൊണ്ട് ആ ഒരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ കോടതിയെ ക്രൈംബ്രാഞ്ച് അറിയിച്ചത് IOയുടെ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ വിചാരണ നടപടികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ നടക്കുകയാണ്. ഇതൊരു അവസാന ഘട്ടത്തിലേക്ക് പോവുകയാണ്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസറുടെ വിചാരണ സ്വാഭാവികമായും നമുക്കറിയാം ഇതൊരു അവസാന ഘട്ടത്തിൽ നടക്കുന്നതാണ്. അപ്പോൾ മറ്റു സാക്ഷികളുടെ എല്ലാം തന്നെ വിസ്താരം കാര്യങ്ങളും എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന കാര്യം കോടതിയെ അറിയിക്കുകയും ചെയ്തു. ഇന്ന് ആ കാര്യങ്ങളെല്ലാം തീർച്ചയായും ഡാനി, ഇന്ന് ഹൈക്കോടതിയും അക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ടല്ലോ. ഈ വിചാരണ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കണമെന്നാണ് കോടതി നിർദ്ദേശം നൽകിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ദിലീപിന്റെ ഈ ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ചിന്റെ ഹർജി തന്നെ ഹൈക്കോടതി അംഗീകരിക്കാതിരുന്നതും. ഹൈക്കോടതി തന്നെ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, ദിലീപിന്റെ ജാമ്യം റദ്ദാക്കിയാൽ അത് കൂടുതൽ നിയമപ്രശ്നങ്ങളിലേക്ക് പോകും, സ്വാഭാവികമായും അത് വിചാരണ നടപടികളൊക്കെ വൈകാനുള്ള ഒരു കാരണം, ഒരു സാധ്യതയും ഉണ്ടെന്ന്. എന്തായാലും ഈ വിചാരണ നടപടികളുമായി ബന്ധപ്പെട്ട് ഇന്ന് എന്താണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്? ഇതിന്റെ നടപടികൾ എങ്ങനെയാണ് ഇപ്പോൾ ഇനി ഉണ്ടാവാൻ പോവുക കോടതിയിലെ? ടോം, ഇതിൽ ഈ ഘട്ടത്തിൽ ദിലീപിന് ജാമ്യം നൽകുന്നത് അത് ഒരു സങ്കീർണതയ്ക്കിടയാക്കുമെന്ന് കോടതി പറഞ്ഞു. ഒപ്പം തന്നെയും അതിൽ അത്തരമൊരു ജാമ്യം നൽകുന്നത് അല്ലെങ്കിൽ ജാമ്യം റദ്ദാക്കുന്നത് തെറ്റായ സന്ദേശങ്ങളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ളൊരു വിലയിരുത്തലുകൾക്കെല്ലാം തന്നെ കാരണമാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടെല്ലാം തന്നെയാണ് ഈ നടപടികളിലേക്ക് കടക്കാതെ തന്നെ കോടതി അത് ഒഴിവാക്കുകയും സർക്കാരിൻ്റെ ഹർജി തീർപ്പാക്കുകയും ചെയ്തത്. ഇതിൽ ഇപ്പോൾ നടക്കുന്ന പ്രോസസ്സ്, ഇപ്പോൾ വിചാരണ കോടതിയിൽ നടക്കുന്നത് കൃത്യമായിട്ട് തന്നെയും കോടതിയിൽ ക്രൈംബ്രാഞ്ച് അറിയിച്ചിട്ടുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ അടക്കമുള്ള വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്, അതൊരു അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നെല്ലാം പറഞ്ഞപ്പോൾ തന്നെയാണ് കോടതി പറഞ്ഞത് വിചാരണ കോടതിയുടെ ചില പരാമർശങ്ങളടക്കമുള്ള കാര്യങ്ങളുണ്ട്. ഇതൊന്നും തന്നെയും വിചാരണ നടപടികളെ ഒന്നും തന്നെയും അതിൽ ബാധിക്കരുത് എന്നുള്ള മാർഗനിർദ്ദേശങ്ങളടക്കം ഹൈക്കോടതി നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വശത്തേക്ക് കടക്കാതെ തന്നെയാണ് വിചാരണ നടപടികൾ, വിചാരണ കോടതികളുടെയും തന്നെയും ആ ഒരു സ്വാതന്ത്ര്യത്തിൽ കൈകടത്താതെ തന്നെയാണ് കോടതി ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്, ഈ കാര്യങ്ങൾ നിർദ്ദേശിച്ചുകൊണ്ട്, ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ദിലീപിൻ്റെ ജാമ്യാപേക്ഷ
ഇപ്പം നിലവിലുള്ള ദിലീപിൻ്റെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ആവശ്യത്തിൽ ഹൈക്കോടതി ഇടപെടാതെ നിന്നതും അത്തരം കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന നടപടികൾ അത് അന്തിമഘട്ടത്തിലേക്ക് നീങ്ങുന്നു. കാരണം ഇത് വളരെ പ്രമാദമായ കേസാണ്. നിരവധി തവണയായിട്ട് പല രീതിയിലുള്ള കേസുകൾ ഇതിനോട് അനുബന്ധിയായിട്ട് തന്നെ വരുന്നുണ്ട്. നേരത്തെ നമുക്കറിയാം ഇതിൻ്റെ ഈ ഹാഷ് വാല്യൂ മാറിയതടക്കമുള്ള കാര്യങ്ങളുടെ അതിൻ്റെ ഒരു പരിശോധന റിപ്പോർട്ട് വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അതിജീവിത ഹൈക്കോടതിയെ സമീപിക്കുകയും അതിൻ്റെ റിപ്പോർട്ട് അവർക്ക് നൽകാൻ ഈ കോടതിയിൽ തന്നെ ഉത്തരവാകുകയും എല്ലാം ചെയ്ത സാഹചര്യങ്ങൾ. അങ്ങനെ പല ഘട്ടങ്ങളിലൂടെ തന്നെ ഈ കേസ് കടന്ന് മുന്നോട്ട് പോകുന്ന വേളയിലാണ് വളരെ നിർണായകമായിട്ട് തന്നെ ക്രൈംബ്രാഞ്ച് ഈ ഒരു ആവശ്യവുമായി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. പക്ഷേ ഹൈക്കോടതി അതിൽ ഇടപെട്ടില്ല എന്നത് തന്നെയാണ് ഈ എടുത്ത് പറയേണ്ടത്. ടോം, തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ ഈ മെമ്മറി കാർഡിലെ ഹാഷ് വാല്യൂ മാറിയതുമായി ബന്ധപ്പെട്ട ഹർജിയിൽ അതിജീവിതയ്ക്ക് അനുകൂലമായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ നിന്ന് വിധിയുണ്ടായത്. ഈ മെമ്മറി കാർഡ് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പരിശോധിക്കാൻ അവർ കൈമാറാനുള്ള ഉത്തരവുണ്ടായി. പക്ഷേ ദിലീപിന് അത് കൈമാറാനുള്ള ദിലീപിൻ്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചുമില്ല. ആ ഒരു നടപടിയിൽ ഹൈക്കോടതി നടപടിക്കെതിരെ വിധിക്കെതിരെ ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് തുടർ നീക്കം ഉണ്ടാകുമോ ഡാനി? കാരണം അങ്ങനെ ഒരുപക്ഷെ ദിലീപ് മേൽക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് ഡിവിഷൻ ബെഞ്ചിനെയോ മറ്റോ സമീപിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ വീണ്ടും അത് ഈ വിചാരണ നടപടികളെയൊക്കെ ബാധിക്കില്ലേ? നിലവിൽ ഹൈക്കോടതിയുടെ ആ വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കാൻ നീങ്ങുന്ന അത്തരം സൂചനകളൊന്നും തന്നെ ദിലീപിൻ്റെയോ അഭിഭാഷകരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയില്ല. കാരണം വിചാരണ ഒരു വശത്ത് പുരോഗമിക്കുമ്പോൾ തന്നെയും ഇപ്പോൾ ഈ ഹൈക്കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഈ വ്യവഹാരങ്ങളിലേക്ക് വലിയ ദൂരം പോകേണ്ടതില്ല എന്ന രീതിയിൽ തന്നെയാണ് നേരത്തെയും ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ദിലീപിന് പ്രതികൂലമായിരുന്നു ഹൈക്കോടതി നിലപാടെടുത്തിരുന്നെങ്കിൽ ആ ഒരു സാഹചര്യങ്ങളും ആ കേസിൻ്റെ മെറിറ്റും എല്ലാം തന്നെ നിന്നുകൊണ്ട് തന്നെയായിരുന്നു അത്തരം കാര്യങ്ങൾ ഹൈക്കോടതി നിലപാടെടുത്തത്. പ്രത്യേകിച്ച് അതിജീവിതയ്ക്ക് അത് നൽകുകയും പ്രതിയായ ഒരാൾക്ക് അത് വേണ്ട എന്ന് തന്നെ ഹൈക്കോടതി അത് പറയുകയും ചെയ്തിരുന്നു. ഇന്നത്തേക്ക് വരുമ്പോൾ തീർത്തും ദിലീപിന് ജാമ്യം റദ്ദ് ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ് ഹൈക്കോടതി നിലപാടെടുക്കുകയും ചെയ്തത്. 2 കേസുകളും ഹൈക്കോടതിയിലേക്ക് തന്നെയാണ് വന്നത്. അപ്പോൾ ഇന്നത്തെ കേസിനെതിരെ കഴിഞ്ഞ ദിവസത്തെ കോടതി നടപടിക്കെതിരെ ഇതുവരെയും മറ്റ് മേൽക്കോടതിയെ സമീപിക്കാനോ അല്ലെങ്കിൽ ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തതയും ദിലീപിൻ്റെ ഭാഗത്തുനിന്നോ അഭിഭാഷകരുടെ ഭാഗത്തുനിന്നോ ഇതുവരെയും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ കോടതി മുന്നോട്ടുള്ള വിചാരണയ്ക്ക് അത് ആവശ്യം വേണ്ട ഘടകങ്ങളാണെങ്കിൽ ഒരുപക്ഷെ അത്തരം ചില നീക്കങ്ങളും ദിലീപിൻ്റെ ഭാഗത്തുനിന്ന് അഭിഭാഷകരുടെ ഭാഗത്തുനിന്നെല്ലാം തന്നെ ഉണ്ടായേക്കാം. ടോം, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. ജാമ്യം റദ്ദാക്കണമെന്ന ക്രൈംബ്രാഞ്ച് ഹർജി ഹൈക്കോടതി അംഗീകരിച്ചില്ല. വിചാരണ കോടതിയിൽ കേസ് നടപടികൾ അന്തിമഘട്ടത്തിലായതിനാൽ ഇടപെടാൻ കഴിയില്ലെന്നാണ് ഹൈക്കോടതി ഇന്ന് വ്യക്തമാക്കിയത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം, ഇടവേള കഴിഞ്ഞു.